നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് എന്നെ പേരിട്ട് വിളിക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CAD മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പം ഇത് ഈ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്. ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പാട്ടുണ്ട്, തമാശകൾ, കൊച്ചു സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.